ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങ, അപ്പോൾ തന്നെ ഉണക്കമുന്തിരി, ബദാം പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇതില്ലെങ്കിൽ മൈദ അല്ലെങ്കിൽ അരിപ്പൊടി എന്തെങ്കിലും ചേർത്താൽ മതി, പിന്നെ 4 കോഴിമുട്ട. ഇത് വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പശുനെയ്യ് ഒഴിച്ചെടുക്കാം. പശുനെയ്യ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെയൊക്കെ നമുക്ക് ഈ മുന്തിരി ഇട്ടെടുക്കാം. മുന്തിരി ഒന്ന് വാർന്നു വന്നോട്ടെ. ഇങ്ങനെ മുന്തിരി വാർന്നു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം. ഇതെടുത്തിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഇതൊന്ന് വരണം. വന്നതിന് ശേഷം നമുക്കിത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാനുണ്ട്, കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കാനുണ്ട്. പറയട്ടെ, ഇപ്പോൾ തേങ്ങ മരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാനുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ബദാം പൊടിച്ച് വെച്ചതാണ്. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതായാലും മതി. മുന്തിരി ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒന്ന് ഇതിൽ മെൽട്ടായിക്കോട്ടെ. കുറച്ച് സമയം തുടങ്ങാൽ തന്നെ അതൊന്ന് മെൽട്ടായിക്കോളും. ഒരു ചെമ്പ് വെച്ച് കൊടുക്കാം. ആ ചെമ്പ് ചൂടാകട്ടെ. നമുക്ക് കീറിയെടുക്കാം. ഇതുപോലെ ഈ രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് കീറിയെടുക്കാം. ഈ രീതിക്ക് കീറിയെടുത്താൽ മതി. നല്ലതാട്ടോ. വൈകുന്നേരം ചായക്കും ഉണ്ടാക്കാം. എന്തായാലും കുറേ പഴമൊക്കെ വീട്ടിലുണ്ടാവില്ലേ. അപ്പോൾ നേന്ത്രപ്പഴം കുറേ ഉണ്ടാകുമ്പോൾ നമ്മൾ പഴം പൊരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇതും ഒന്ന് ഉണ്ടാക്കി വെക്കാം. നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം കീറിയിട്ട് കോൺഫ്ലവർ ഒന്ന് അടിച്ചെടുക്കാം. ഇതിനൊന്ന് നന്നായി നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരമൊക്കെ കണക്ക് പോലെ ഇട്ട് കൊടുത്താൽ മതി. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഒരു നുള്ള ഏലക്കായ ഇട്ട് കൊടുക്കാം. ഈ കോൺഫ്ലവർ ഇതിലിട്ടിട്ട് അടിച്ചെടുക്കാം. നന്നായി ചേർത്തെടുക്കുക. മൈദ ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇത് നന്നായി ചേർത്തെടുക്കാം. ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒരു നുള്ളിട്ട് കൊടുക്കാം. ഇത് നന്നായി ചേർത്തിളക്കിയെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടർ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് 4 വശം ആക്കി കൊടുക്കാം. നമുക്ക് ഒന്ന് ചുറ്റിച്ചിട്ട് 4 വശം ആക്കി കൊടുക്കാം.
ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബട്ടർ വേണമെന്നൊന്നുമില്ല, പശു നെയ്യുണ്ടെങ്കിൽ അതാക്കി കൊടുത്താലും മതി. നമുക്ക് ഈ പഴം ഇതിലേക്ക് ഇങ്ങനെ അടക്കി കൊടുക്കാം. അങ്ങനെ ഓരോ പഴം നമ്മൾ കീറി വെച്ചതില്ലേ അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. തീ ഓഫാക്കണേ. എല്ലാ പഴം ഇതിലേക്ക് അങ്ങനെ ഇതേപോലെ അടക്കി കൊടുക്കാം. ഇതിലെല്ലാം ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഒരു ലൈൻ ഇതുണ്ടോ, ഒരു ലെയർ ഇങ്ങനെ അടുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മുട്ടയും ഇതും അടിച്ചു വെച്ച മിശ്രിതമുണ്ടല്ലോ അത് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ അതവിടെ ഇങ്ങനെ വെന്ത് വരുമ്പോൾ അതവിടെ വെന്തായിക്കോളും. കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇതേപോലെ അടുത്ത ലെയറും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് ആ മിശ്രിതം അതിന് മേലെ പരത്തി കൊടുക്കുക. നല്ലോണം ഇടയിലൊക്കെ ആയിക്കോട്ടെ, ഇവിടെ ബൈൻഡായി കിട്ടണ്ട നമുക്ക്. ഒരു ലെയർ കൂടി ഉണ്ടാക്കാം നമുക്ക്. അധികം ഉണ്ടാക്കുന്നില്ല. നമ്മളിത് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും അതുപോലെ തന്നെ ഒരു ലെയർ വെച്ച് കൊടുക്കുക പഴം. അപ്പോൾ അതെല്ലാം ഇങ്ങനെ അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ബാക്കി വന്ന മിശ്രിതമില്ലേ അതിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മൂടി കൊടുത്തിട്ട് കത്തിച്ചു കൊടുക്കാം. ഇത് കത്തിക്കുമ്പോൾ ഇതിൻ്റെ അടിയിലൊരു പഴയ ചപ്പാത്തിക്കല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ തുറന്ന് നോക്കാം. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് തിരിച്ച് വെക്കാം. അപ്പോൾ ഒരു നല്ല കളർ കിട്ടും. ഇവിടെ ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് തന്നെ അങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് തന്നെ നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. എന്നാലും ഞാനൊന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു പാത്രം വെക്കണം, അടിയിൽ അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്ക് ഈ ചെമ്പൂരത്തേക്ക് തന്നെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ കിട്ടും. നമുക്കിത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. ഒടിഞ്ഞു പോകുമൊന്നുമില്ല. ഇനി ആ വശം നന്നായി ഒന്ന് ചുവന്ന് വന്നോട്ടെ. അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് നേരം ഒന്ന് തീ വെച്ച് കൊടുക്കാം. സ്നാക്ക് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഇത് ഈ പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം.
അപ്പോൾ ഈ വശം നന്നായി ചുവന്ന് വന്നിട്ടുണ്ട്. ഉണ്ടോ? ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ. ലൈക്ക് ചെയ്യണം, അപ്പോൾ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുവാണ്. നല്ല ചൂടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തൊക്കെ നല്ല ചൂടുണ്ട്. ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മൾ ചൂട്ടോടെ തന്നെ ഇതിലേക്ക് തട്ടിയതാണ്. കണ്ടോ? ഇതുപോലെ ഉണ്ടാക്കി വെക്കാൻ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം. ഇത് വൈകുന്നേരം ചായക്കും നല്ലതാണ്. പിന്നെ രാവിലെ നമുക്ക് ഒന്നും കടിയൊന്നും ഇല്ലെങ്കിൽ ഇതും ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ നല്ല നാടൻ പഴം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.